ഡിഫൈൻ പ്ലസിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് തുടങ്ങുന്നത്. ഇന്ന് അതിരാവിലെ 2:30 മുതൽ രാത്രി 11:30 വരെയാണ് പഞ്ചമി തിഥി. അന്നേ ദിവസം ലക്ഷ്മി പൂജയും നടത്താം, വാരാഹി പൂജയും നടത്താം. പുഷ്പം സമർപ്പിച്ചുകൊണ്ട് വേണം ഈ നാമം ചൊല്ലുവാൻ. മകരന്തമുള്ള പുഷ്പമായ ചുവന്ന ചെമ്പരത്തിപ്പൂവ് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ഈ പവർഫുള്ളായ നാമജപം ചൊല്ലുവാൻ. ഡെഫിനറ്റായും ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അപ്രത്യക്ഷമായ ഒരു ധനവരവ് നമ്മളിൽ എത്തിച്ചേരും. ഈ മന്ത്രത്തിന് അത്ര ശക്തിയുണ്ട്. വിശ്വസത്തോടുകൂടി 27 പ്രാവശ്യം ചൊല്ലുക. വാരാഹമ്മയുടെ ഒരു ഫോട്ടോയിൽ വലതുഭാഗത്തായി ഈ പൂവ് സമർപ്പിച്ചുകൊണ്ട് തേനുണ്ടെങ്കിൽ അതും വലതുവശത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പവർഫുള്ളായ ഈ മന്ത്രം 27 പ്രാവശ്യം ഉരുവിട്ടാൽ ധനപരമായ ഒരു ഉയർച്ചയുണ്ടാവും. ആവശ്യമുള്ളവർക്ക് ഇന്ന് മുതൽ 21 ദിവസം വരെയും ഈ നാമങ്ങൾ 27 പ്രാവശ്യം ചൊല്ലാം. നോൺ വെജ് കഴിക്കുകയോ പുലവായ കാലങ്ങളിൽ ചെയ്യാൻ പാടില്ല. വൈകിട്ട് 7 മണിക്ക് ശേഷം മാത്രമേ വാരാഹി അമ്മ പൂജ ചെയ്യാൻ പാടുള്ളൂ. ഇരുട്ടിന് ശേഷം ഉള്ള പ്രാർത്ഥനയ്ക്കാണ് വാരാഹിക്ക് ശക്തി കൂടുക. ഈ നാമം 27 പ്രാവശ്യം വിശ്വസത്തോടെ ചൊല്ലുക. മന്ത്രമിതാണ്: ശ്രീപുരദക്ഷിണിയെ ധനം വർഷയാ വർഷയ ശ്രീ വാരാഹിയേ നമോ നമഃ. ഓം. ഒന്നുകൂടി പറയാം: ശ്രീപുരദക്ഷിണേ ധനം വർഷയാ വർഷയ ശ്രീ വാരാഹിയേ നമോ നമ. ഓം. ഈ നാമം വിശ്വസത്തോടെ ചൊല്ലുക. ലളിത സഹസ്രനാമം വായിക്കുന്നവർക്ക് വളരെയധികം അറിയുന്നതാണ് ശ്രീപുരത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ. ശ്രീപുരത്തെ രക്ഷിക്കുന്നവളാണ് വാരാഹി അമ്മ. ശ്രീപുരത്തെ അമ്മയുടെ സൈന്യാധിപതിയാണ് വാരാഹി അമ്മ. അതിപരാശക്തിയുടെയും ലളിതാംബികയുടെയും തലവിയാണ് വാരാഹി അമ്മ. ശ്രീപുരം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അവിടെ രക്ഷിക്കുന്ന വാരാഹി അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം, അവിടെ രക്ഷിക്കുന്ന വാരാഹി അമ്മയെ ധനം തന്ന് ഞങ്ങളെ രക്ഷിച്ചാലുമെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. വിശ്വസത്തോടെ ചെയ്യുക.